ഇമാമിലെ ബുഖാരി ഇമാമിന്റെ കിതാബ് തൗഹീദ് തന്നെ ഇനി വായിക്കുന്നത്. അള്ളാഹ് ഇറങ്ങുന്നുള്ള വിഷയം അതിലില്ലേ? യദുല്ലാഹി നയിലില്ലേ? ഇസ്ബൽ അള്ളാഹുടെ വിരലി നയിലില്ലേ? സാഖ് നയിലില്ലേ? അള്ളാഹുടെ ഖദം നയിലില്ലേ? സൈനബ ബീവി എപ്പോഴും ഇങ്ങനെ ഫഖ്ർ പറയാറുണ്ട്, എല്ലാ പെണ്ണുങ്ങളെയും ചൂണ്ടിയിട്ട് പറയാറുണ്ട്, പെണ്ണുങ്ങളെ നിങ്ങൾക്കൊക്കെ അള്ളാഹുടെ റസൂലുള്ളാഹിനെ പുതിയാപ്പിളയായിട്ട് കിട്ടിയത് ഭൂമിയിൽ വെച്ച് നിക്കാഹ് നടന്നിട്ടാണ്. എന്നെ നിക്കാഹ് ചെയ്തത് എവിടുന്നാ? മോളുന്നാണ്, 7 ആകാശത്തിന്റെയും മുകളിലുള്ളവനാ എന്റെ നിക്കാഹ് നടത്തിയെന്ന് സൈനബ ബീവി പറയില്ലേ? അത് കിതാബ് തൗഹീദിലില്ലേ? ഇസ്തവ എന്ന് പറഞ്ഞ ഈ അല എന്ന കിതാബ് തൗഹീദിലില്ലേ? ഇല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, അതിൽ തന്നെയാ ഹദീസ്, യതനസ്സലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലസ് സമാഇ ദുനിയാ ഹീന യബ്ഖി സുലുസുൽ ലൈലിൽ ആഖിർ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു ഇറങ്ങി വരും എല്ലാ ദിവസവും ഒന്നാം ആകാശത്തിലേക്ക്. എന്നിട്ട് അല്ലാഹു പറയും, ഫയഖൂലു, അല്ലാഹു പറയും, മൻ യദുഊനി, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ ഞാൻ അവന് ഉത്തരം കൊടുക്കാം, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ അവന് നൽകാം, ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ ഞാൻ അവന്റെ പാപം പൊറുക്കാം. 7494 നമ്പർ ഹദീസ്. എവിടെ? ബുഖാരിയിലെ കിതാബ് തൗഹീദിൽ പഠിച്ച പേരോട് ഒരു മൂപ്പര് പറയണ എന്താ അറിയോ? അള്ളാഹ് ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെന്താ? ഇറങ്ങുമെന്ന് പറയാൻ പാടില്ല എന്നല്ലേ ഇവര് മുമ്പ് പറഞ്ഞത്. കണ്ടോ, മുത്തശാബിഹായ ആയത്തുകൾക്കും ഹദീസുകൾക്കും ബാഹ്യാർത്ഥം പറയരുതെന്നും വിശ്വസിക്കുന്ന ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് മടങ്ങിക്കൂടേനാ നമ്മളോട് ചോദിച്ചത്. വാഴക്കാട്ടെന്ന് ചോദിച്ചതാ. ഇസ്ലാമിക വിശ്വാസം എന്താ? ബാഹ്യാർത്ഥം പറയാനേ പാടില്ല. ഇവിടെ മൂപ്പര് പറഞ്ഞു ഇറങ്ങുന്നു അല്ലേ? എന്നിട്ട് മൂപ്പര് പറയണേ ഇറങ്ങുന്ന എന്താ? റഹ്മത്ത് ഇറങ്ങുന്നാണ്. എന്ത് പൊട്ടത്തരായി പറയുന്നു? അള്ളാഹ് ഇറങ്ങുന്ന റഹ്മത്ത് ഇറങ്ങുന്നാണ്, അല്ലെങ്കിൽ മലക്ക് ഇറങ്ങുന്നാണ്. എന്നാ ബാക്കി വായിച്ചാ എന്താ അർത്ഥം പറയാം? എന്നിട്ട് ഫയഖൂലു, ഇറങ്ങിയിട്ട് അള്ളാഹ് പറയുന്ന, മൻ യദൂനി, ആരുണ്ട് എന്നെ വിളിക്കാൻ. അപ്പൊ റഹ്മത്താ വിളിച്ചു പറയുന്നത്? റഹ്മത്ത് വിളിച്ചു പറയണ ആരുണ്ട് എന്നെ വിളിക്കാൻ? അല്ലെങ്കിൽ മലക്കാ വിളിച്ചു പറയുന്നത് എന്നോട് ചോദിച്ചോളിൻ. ഇന്ന് മലക്കോ റഹ്മത്തോ അല്ല വിളിച്ചു പറയുന്നത്. പേരോടെ അള്ളയാ പറയുന്നത്. അതുകൊണ്ടാ മുസ്ലിമീങ്ങൾ ആ സമയത്ത് യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ ഗഫാർ എന്ന് അള്ളാനെ വിളിക്കുന്നത്. മറിച്ച് അള്ളാഹുടെ റഹ്മത്തെ പൊറുക്കണേ, അള്ളാഹുടെ റഹ്മത്തെ പാപം പൊറുക്കണേ, അള്ളാഹുടെ മലക്കുകളെ പാപം പൊറുക്കണേ എന്നല്ല വിളിക്കാറുള്ളത്. ഇറങ്ങുന്നത് അള്ളാഹ് തന്നെയാണ്, അവൻ അനുയോജ്യമായ നിലക്ക്. അതുകൊണ്ടാ. അപ്പോ ഇതൊക്കെ ഇങ്ങനെ ധാരാളം ഹദീസുകൾ സുഹൃത്തുക്കളെ കിതാബ് തൗഹീദ് പറയേണ്ടി വന്നത് എന്തുകൊണ്ടറിയോ? ഈ കിതാബ് തൗഹീദ് ഒന്നാണ് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ. പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്, ഇവര് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും പോലെ